ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് തിരുപ്പൂർ പോവാണ് കേട്ടോ. ഇന്നല്ല തിരുപ്പൂർ പോകണം, ഇതൊരു ഈവനിങ് 3 മണിക്കാണ് ഞാൻ പോണത്. നാളെ പുലർച്ചെയാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈവനിങ് ഇപ്പം കോയമ്പത്തൂർ ഇപ്പാടെ റൂമിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് പുലർച്ചെ പോകാനാണ് പ്ലാനിങ്. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തി, ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടോ. ട്രെയിൻ ഞങ്ങൾ 3 മണിക്ക് എത്തി, 3:30 ട്രെയിന്. അപ്പോൾ അരമണിക്കൂർ ഞാൻ ഇഷ്ടംപോലെ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് ടൈം കളഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോണത്, ഞങ്ങളെ കൂടെ മേമന്മാരുണ്ട്. ഇപ്പം ഞങ്ങൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പോത്തന്നൂരിലേക്കാണ് പോണത്. അപ്പോൾ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മേമ കയറും. പിന്നെ നാളെ പുലർച്ചെ 2 മണിക്ക് വേറൊരു മേമ പട്ടാമ്പിയിൽ നിന്നും വരും. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി, കുറേ കാലത്തിന് ശേഷം കേട്ടോ ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ കയറുകയാണെന്നുണ്ടെങ്കിൽ ലക്കിടി ടു ഒറ്റപ്പാലം ഒരു 10 മിനിറ്റ് യാത്ര അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇത്ര ലോങ് ഫസ്റ്റ് ടൈമാണ്. ഇഷമോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓൾക്കൊരു സൈഡ് സീറ്റും കിട്ടിയപ്പോൾ ഓള് ഹാപ്പിയാണ്. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ മേമയും ഉപ്പിയും കയറി. കൂടെ തന്നെ ഞങ്ങൾക്ക് വേണ്ട വടയും ചട്നിയും മേടിച്ചു തന്നു. എനിക്ക് ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് ഉഴുന്നുവടയും ചട്നിയും എനിക്ക് നിർബന്ധമാണ്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം പുറത്തെടുക്കും. അങ്ങനെ ഇപ്പോൾ ചട്നിയും ഉഴുന്നുവടയും മേടിച്ചു തന്നു. ഉഴുന്നുവട നല്ല ചൂടുണ്ടായിരുന്നു, ഫ്രഷ് ആയിരുന്നു. പക്ഷെ ചട്നി ഒട്ടും കൊള്ളില്ലായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിച്ചു, വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളൊരു ലൈസൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഡോറിൻ്റെ അവിടെ പോയി നിന്നു, കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഡോറിൻ്റെ അവിടെ പോയി നിന്നു. ഈ ഓരോ മലകൾ കാണുമ്പോഴും ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ഈ ഷൂട്ടിങ് നടന്നതാണ്, ഈ സിനിമയുടെ ഷൂട്ടിങ് നടന്നു. ഒക്കെ തമിഴ് ഫിലിമിൻ്റെ പേരായിരുന്നു, എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞു കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഇനി ആനകളും അതുപോലെ കുരങ്ങന്മാരൊക്കെ കാണും, നോക്കി നിന്നോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഷമോളും വേഗം വന്ന് അവളും പറഞ്ഞു എനിക്കും കാണണമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ 8 മണി എത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ കുരങ്ങന്മാരായിരുന്നു കേട്ടോ, നിറയെ കുരങ്ങന്മാരായിരുന്നു. ഞങ്ങൾ അതിൽ ലേസൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊക്കെ ഇട്ട് കൊടുത്തു. നിർത്തിയ ശേഷം കേട്ടോ ഞങ്ങൾ ലേസൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അവിടുന്ന് കുറേ കച്ചവടക്കാർ കയറിയിട്ടോ, കുറേ തക്കാളി, പച്ചമുളക്, ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇവിടെ തോട്ടമുണ്ട്, അവിടുന്ന് പറിച്ചു കൊടുന്ന് ഫ്രഷ് സാധനങ്ങൾ വിൽക്കുകയാണ് കേട്ടോ. പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ അവരിൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചു, ഇഷമോളെ പേര് ചോദിച്ചു, ഇതിൻ്റെ ബേബിയാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമാവണില്ല. പിന്നെ പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അല്ലല്ല, ഹൗസ് വൈഫാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് നേരം ഞാൻ ഡോറിൻ്റെ അവിടെ പ്രകൃതിയൊക്കെ കണ്ടു ഇങ്ങനെ നിന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ക്യാമറ ഓണാക്കിക്കോ, നിറയെ കുരങ്ങന്മാരെ കാണും, അതുപോലെ കാട്ടാനകളുണ്ടാവും വീഡിയോയിൽ, കൂട്ടായിട്ടുള്ള കാട്ടാനകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ കുറേ നേരം ഫോണും പിടിച്ച് വീഡിയോ എടുത്തു. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ക്യാമറ അങ്ങോട്ട് ഓഫാക്കിയതും ഒരു കൂട്ടം ആന, ഒരു 2 ചെറിയ ആന, 2 വലിയ അല്ല 2 ചെറിയ ആനയും 3 വലിയ ആനയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദൂരം ഫ്രണ്ടിലെത്തിയതും എത്തി പോത്തന്നൂർ എത്താനായി. കുറേ ഫാക്ടറികളുണ്ടായിരുന്നു കേട്ടോ, സിമെൻറ്റിൻ്റെയും പിന്നെ ഷീറ്റിൻ്റെ, അങ്ങനെ കുറേ ഫാക്ടറികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താനായിട്ടോ. എത്താനാകുമ്പോൾ ഈ ഒരു ഫാക്ടറി ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങളെ കയ്യിൽ ഇത്ര ലഗേജ് എന്നുള്ളത് ചിന്തിക്കാണ്ട് കേട്ടോ. കുട്ടിക്കുള്ള ഡ്രസ്സ്, ബെഡ്, അങ്ങനെ അവിടെ കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഞങ്ങൾക്ക് ഇന്നും നാളെ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സ്, തോർത്ത്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഇട്ടാട്ടോ ഇത്ര ലഗേജ്. കാരണം ഒരു ദിവസത്തിന് ഇത്രയും ലഗേജ് എന്താണെന്നുള്ളത് ചിന്തിക്കേണ്ട. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ റൂമിലേക്ക്. ഞങ്ങൾ റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ലഗേജ് അവിടെ വെച്ചിട്ട് ഇറങ്ങി. അവിടുന്ന് ബസ്സിൽ കയറിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ കയറിയ ബസ്സിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫ്രീ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഫ്രീ ആണ്, ലേഡീസിനൊക്കെ ഫ്രീ ടിക്കറ്റാണെന്ന് പറഞ്ഞു. ഓസിക്ക് പോയി വരാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ആദ്യം പോത്തീസ് പോകാമെന്ന് വിചാരിച്ചു. ഈ പോണതാട്ടോ എൻ്റെ ഉമ്മയും ഉപ്പയും. പോത്തീസിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു പോത്തീസിലേക്ക് നിങ്ങളന്ന് കയറ്റിക്കാൻ ഇന്ന് ഫുള്ള് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിൽ പോയി കുറേ ഡ്രസ്സുകളെ ഭാഗത്ത് കേട്ടോ ഫസ്റ്റ് പോയത്. 4 ടോപ്പ് 500 രൂപ, 5 ടോപ്പ് 500 രൂപ, അങ്ങനെ നല്ല റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇവിടുത്തെ മോഡലും നമ്മളെ നാട്ടിലത്തെ മോഡലും തമ്മിൽ ഒരുപാട് ഡിഫറൻറ്റ് ഉണ്ട് കണ്ടോ. 3 ടോപ്പ് 500 രൂപ, ആ നല്ല റേറ്റ് കുറവായിരുന്നു. ആൾക്കാരിങ്ങനെ വിളിക്കണ്ടായിരുന്നു വരൂ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കുറേ നടന്ന് കുറച്ച് ദൂരം പോയപ്പോൾ ഒന്നും മേടിക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉമ്മമാരെയും കൂട്ടി പോയുള്ള അവസ്ഥ പറയണ്ടല്ലോ. കുറച്ച് ദൂരം പോയിട്ടുണ്ട് തിരിച്ചു വരുന്നത് ഈ സാധനം കണ്ടപ്പോൾ അവർ തിരിച്ചു വന്നു. ഇത് സേമിയാണ്, സേമിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ. ഇതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല റേറ്റ് കുറവായിരുന്നു. ഈ ഐറ്റമൊക്കെ 1/4 കിലോന് 20 രൂപയായിരുന്നു. ഈ കാണുന്നതൊക്കെ ഏകദേശം ആ റേറ്റാണ്, 20, 25 ആ റേറ്റാണ്. പിന്നെ ഈ സേമിയയുടെ സാധനം ഒരുപാട് ഫ്ലേവർ ഉണ്ടായിരുന്നു. ഈ മക്രോണി അതെ 1/4 കിലോ 20 രൂപ.
ഒരുപാട് ടൈപ്പ് മസാലകളുണ്ടായിരുന്നു. ഒക്കെ 5, 10 നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ മസാല തന്നെ 3, 4 ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മാർക്കറ്റ് കാണാൻ പോയ ഞങ്ങൾ ഒരു ചാക്ക് സാധനമായിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നത്. പക്ഷേ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ആകെ 600 രൂപയുടെ ബില്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഇരിക്കുന്നത് സേമിയാണ്. സേമിയയിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. ടൊമാറ്റോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ കയ്യിലുള്ള ഈ ഒരു ചാക്ക് സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് 600 രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് സാധനം ഞങ്ങൾ എടുത്തു. പക്ഷേ ബില്ല് വന്നപ്പോൾ ആകെ 600 രൂപയുള്ളൂ. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. അതോടുകൂടി ഇപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങളെ ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോകില്ല, ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് പോവാം, നിങ്ങളെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ എനിക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാത്രങ്ങളുടെ ഭാഗത്ത് കൂടെ ഞങ്ങൾ പോയതിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത്ര പാത്രം ഞാൻ കണ്ടില്ല. സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു ലോകം തന്നെയായിരുന്നു. ബിരിയാണി പാത്രങ്ങളാവട്ടെ നമ്മളെ കടകളിൽ 1, 2 കാണും. ഇവിടെ അങ്ങനെയല്ല, അടുക്കി ഇഷ്ടം പോലെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ തോന്നും ഇത് എന്താണെന്നുള്ളത്, അത്രയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയിട്ട് ഒരു പാനിപൂരി മേടിച്ചിട്ടോ. കാണാൻ ഇത്ര ഭംഗിയുണ്ടെങ്കിലും ഒട്ടും കൊള്ളില്ലായിരുന്നു. ഉള്ളിൽ വെറും ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയ ഒരു സാധനം, കുറച്ച് മിക്സറും ഉള്ളിയും, അത്ര ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷമോൾക്ക്, അത് അടിപൊളിയായിരുന്നു, അത് കഴിച്ചു. ഇത് ഒട്ടും നന്നല്ലായിരുന്നു. നമ്മളെ നാട്ടിലത്തൊക്കെ എത്രയും ബെറ്റർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് അവിടുന്ന് ഞങ്ങൾ നേരെ കയറി ബസ് കയറിയിട്ട് ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ച് റൂമിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു അയ്യര കടയ്ക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പറഞ്ഞു കൊടുത്ത ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റേ കിട്ടുള്ളൂ പറഞ്ഞു. ഞങ്ങളത് മതി പറഞ്ഞു. അവിടെ ഇല്ലേ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ജിലേബി, ലഡു, മിക്സർ, മുറുക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് വാഴൻ്റെ ഇല, നല്ല ഫ്രഷ് വാഴൻ്റെ ഇല വിരിച്ചു തന്നു. ഒരു സീറ്റിൽ അവർ 4 ആളിരുന്നു, ഒന്നിൽ ഞാനും ഉപ്പിയിരുന്നു. എനിക്ക് വെച്ച ഇല എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഇല ഇപ്പാൻ്റെ ഇല വെച്ചിട്ട് ആ മഞ്ഞ ഇല ഇങ്ങോട്ടും മാറ്റി. പിന്നെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് ഇല കഴുകുക. അപ്പം ഞാനും അതുപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇലയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇല കഴുകിയെടുത്ത് അവർ ഓർഡർ എടുക്കാൻ വന്നു. ഞങ്ങൾ ഞാൻ 2 ദോശയെ പറഞ്ഞത്. ഉപ്പ പറഞ്ഞത് സേവ എന്ന് പറഞ്ഞാൽ, ഉപ്പി മേമി സേവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ എന്താണെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദോശ വന്നു, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ വന്നു. പിന്നെ നല്ല കട്ടിയായിട്ടുള്ളൊരു ചമ്മന്തി, പിന്നെ നല്ല കട്ടി, എല്ലാം നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. കട്ടി നമ്മുടെ നാട്ടിലൊക്കെ ലൂസായിട്ടല്ലേ തരിക. നല്ല കട്ടിയുള്ള ഒരു ചട്നി, അതുപോലെ തന്നെ സാമ്പാറും, 3 നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് 3 പാടെ മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു ദോശയ്ക്ക് 20, 25 രൂപയുടെ റേറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് സേവ എന്ന് പറഞ്ഞ സാധനം. സേവ രണ്ടാൾ 2 ഫ്ലേവറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്നോട് പറഞ്ഞു അത് കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ നേരത്തെ സേമിയ മേടിച്ചില്ല, ആ ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കഴിക്കൽ കഴിഞ്ഞിട്ട് ആ ജിലേബി, ലഡു, ബാദുഷാ ആക്കുമെന്ന് വീഡിയോ എടുത്തു. പിന്നെ ഇത് തൈര് വടയായിരുന്നു. ടേസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ കേസരി ആയിരുന്നു. ഞങ്ങൾ കേസരി കുറച്ച് മേടിച്ചിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാറുകൾ, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേസരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഉപ്പാടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.